കാസർഗോഡ് ജില്ലയിൽ വിവിധ വില്ലേജുകളിൽ ഭൂരജിസ്ട്രേഷൻ നടപടികളിൽ പ്രതിസന്ധി. ഇതോടെ വസ്തു കൈമാറ്റം പൂർണ്ണമായും നിർത്തിവെച്ചു. രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ നൽകിയവർ ആശങ്കയിലാണ്. മഞ്ചേശ്വരം, കാസർഗോഡ് താലൂക്കുകളിലായി കുമ്പള, തളങ്കര, മൊഗ്രാൽ, ബംബ്രാണ വില്ലേജുകൾക്ക് കീഴിലാണ് ആധാരം രജിസ്ട്രേഷൻ നടപടികൾ മുടങ്ങിയിരിക്കുന്നത്. ഇതോടെ വസ്തു കൈമാറ്റ നടപടികൾ പൂർണ്ണമായും നിർത്തിവെച്ചു. കഴിഞ്ഞ ദിവസം മാത്രം 30-ലധികം ആധാരങ്ങളുടെ രജിസ്ട്രേഷനാണ് മുടങ്ങിയത്. ഡിജിറ്റൽ സർവേ, സാറ്റലൈറ്റ് സർവേ എന്നിവ നടപ്പാക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമായി പറയുന്നത്. രജിസ്ട്രേഷൻ സാധ്യമാകാത്ത സാഹചര്യത്തിൽ രജിസ്റ്റർ ഫീസ്, സ്റ്റാമ്പ് പേപ്പറിന്റെ പണം എന്നിവ ഉൾപ്പെടെ അടപ്പിച്ചത് എന്തിനാണെന്ന ചോദ്യം ഉയരുകയാണ്. ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥരും ആശയക്കുഴപ്പത്തിലാണ്. ഇത് സാധാരണ രീതിയിൽ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ഒരാഴ്ചയെങ്കിലും കൊടുക്കണം ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് ചെയ്യാനുള്ള അതിന് മാറ്റം. അപ്പോൾ സ്റ്റാമ്പ് പേപ്പർ കൊടുക്കാതിരിക്കുക, ഒന്നുകിൽ അല്ലെങ്കിൽ തണ്ടപ്പേര് തരാതിരിക്കുക. ഇതൊന്നും കൂടാതെ എല്ലാം ചെയ്തിട്ട് രാവിലെ വന്നിട്ട് ഇവിടെ ആധാരത്തിന് വരുന്നത് ദുബായ് നാളും വന്നിട്ട് ഇവിടെ ചെയ്യുന്നുണ്ടാകുമ്പോൾ ഇവിടെ തരുന്നില്ല. ജനങ്ങളോട് ചെയ്യുന്ന വളരെ വലിയൊരു അക്രമമായിട്ടാണ് ഇത് കാണുന്നത്. ഈ ഓർഡർ ഉത്തരവിട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഒന്നും അറിയുന്നുണ്ടാവില്ല. രജിസ്ട്രാർ ഓഫീസർ പറയുന്നത് എനിക്കറിയില്ല, രാവിലെ വന്ന ഉത്തരവാണ്. ഇന്നലെ വൈകുന്നേരം എടുക്കുന്ന സ്റ്റാമ്പ് പേപ്പർ എടുക്കുന്നത് വരെ നിയമം വന്നില്ല എന്ന് പറയുന്നു. മുന്നറിയിപ്പില്ലാത്ത സർക്കാർ നടപടി. ഭൂ രജിസ്ട്രേഷൻ നടത്തി തിരിച്ചു പോകാനായി ഗൾഫിൽ നിന്നെത്തിയ നിരവധി പേരെ ബുദ്ധിമുട്ടിലാക്കി. എടുത്ത മുദ്രപേപ്പറുകൾക്ക് കാലാവധി നീട്ടി നൽകണമെന്നും റിട്ടേൺ തുക എത്രയും വേഗം ലഭ്യമാക്കണമെന്നും നിലവിലെ പ്രതിസന്ധി അധികാരികൾ ഇടപെട്ട് പരിഹരിക്കണമെന്ന ആവശ്യവും ഉയരുകയാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്.